ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നീനും കേട്ടോ. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ പോയിട്ട് വരുമ്പോൾ പോണ വഴിക്ക് അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ചുറ്റുപാടിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തിരുവല്ലം ജംഗ്ഷനിൻ്റെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും പിന്നെ കട്ടനും പിന്നെ തക്കാളി ഉള്ളി എന്തോ കറി വെച്ചു. പക്ഷേ ഞാൻ അത് കഴിച്ചില്ല. അപ്പോൾ എനിക്ക് ഉപ്പുമാവ് തേങ്ങ ഇട്ടിട്ടൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയിട്ടൊക്കെ കഴിക്കുന്നത് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കട്ടനാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിലടിച്ച് നല്ല ടാനാവും. അപ്പോൾ ആ ടാനൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാൻ പോകണം കേട്ടോ. നോർമൽ വാട്ടറിൽ കോഫി പൗഡറൂടെ മിക്സ് ചെയ്ത് ഫേസിലോട്ട് തേക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ ഒരു 90% വരെ റിമൂവ് ആവും. ഇപ്പോൾ ഞാൻ പുറത്ത് പോകുന്നതുകൊണ്ടും ആണ് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാറായപ്പോൾ ഞാൻ കുറച്ച്, അതായത് ഉച്ചയായപ്പോൾ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തിരിച്ച് വരുമ്പോൾ നല്ല കരിവാളിപ്പൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മുടെ ഫേസിലൊന്ന് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ പോകാമെന്ന് വെച്ചുകൊണ്ട് നോർമൽ വാട്ടർ എടുത്ത് കുറച്ച് ഒരു തുള്ളി എന്തോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് ബ്രൂ ഇൻസ്റ്റൻറ്റ് പൗഡറിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. പിന്നീട് ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറുന്നതായിരിക്കും. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആൻഡ് ഷൈനിങ് ആവുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഫേസ് പാക്കൊക്കെ കഴിയാൻ ശേഷം എനിക്ക് പോകാൻ, അതായത് സാധനങ്ങൾ മേടിക്കാൻ പോകണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വിശപ്പൊക്കെ അടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കഴിച്ചിട്ട് കുറച്ച് ഉപ്പുമാവ് എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു അതായത് ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് കേട്ടോ ഉപ്പുമാവ്. അപ്പോൾ അതും കഴിച്ചിട്ട് ഇനി റെഡി ആവണം. ഗൈസ്, ഈ കാണുന്നത് തിരുവല്ലം സോണൽ ഓഫീസാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് NH ബൈപ്പാസ് റോഡാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ തിരുവല്ലം എന്നുള്ള ഒരു ഏരിയ അവസാനിക്കുന്നത് കാണുന്ന തൂക്കുപാലം വരെ ഉള്ളു കേട്ടോ. പിന്നെ അടുത്ത ഏരിയ ഓരോരോ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ആ തൂക്കുപാലം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ പോകാനുള്ളത്. ഗൈസ്, അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി വേറെ റോഡിലോട്ട് പോയി കയറാം. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് വരാൻ കാരണം തന്നെ നമ്മുടെ NH റോഡായതിനു ശേഷം ആൾക്കാർക്ക് നടപ്പാതയിലൂടെ നടന്നു പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറുമ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് നമുക്ക് ഇതുപോലുള്ളൊരു സ്റ്റെപ്പൊക്കെ കെട്ടി കണ്ടില്ലേ. ആ കാണുന്ന അങ്ങ് എൻഡിൽ പോയി നമുക്ക് വേറെ റോഡിൽ കയറാം എളുപ്പത്തിന്. അപ്പം നമുക്കിങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ ക്രോസ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടും കാണില്ല. നമുക്ക് സ്റ്റെപ്പ് വഴി കയറി ആരെ ആശ്രയമില്ലാതെ കയറി പോകാം. പക്ഷേ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആൾക്കാർ അധികം കയറി വരാറില്ല ഗൈസ്. ഇത്രയും സ്റ്റെപ്പ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ ഒരുപാട് ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ഈ കണ്ടില്ലേ ഒരു റോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ എത്രത്തോളമാണെന്ന്. NH റോഡാണ്, ബൈപ്പാസ്സാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കമ്പി കണ്ടില്ലേ ഒരു ചെറുതായിട്ടുള്ള തുരുമ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആൾക്കാർ. അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറാൻ മടിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ കാണുന്ന റോഡിൽ നിന്നാണ് നമ്മൾ ഈ റോഡിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്കൊരു ഹോൾസെയിൽ കടയിൽ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസം ചില സമയങ്ങളിൽ മാത്രമേ കേട്ടോ ഇങ്ങനെ വരുള്ളൂ. അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോൾസെയിൽ കടകളൊക്കെ ഞായറാഴ്ച ദിവസം തുറക്കാറില്ല, റീറ്റെയിൽ കടകൾ മാത്രമേ തുറക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഹോൾസെയിലിൽ നിന്നാണ് സാധനം മേടിക്കാനുള്ളത് കടയിലത്തേക്ക് വേണ്ടി. അപ്പം ഞാനും നീനും അങ്ങനെ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. കാരണം ഈ റോഡിൻ്റെ അതായത് നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു പേടി, തുരുമ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, സേഫ്റ്റി ആയിട്ട് ഇറങ്ങി. പിന്നെ ഈ കാണുന്ന റോഡ് പണി നടക്കുകയാണ് കേട്ടോ, റോഡ് പണി, പൈപ്പ് പണിയും. ഗൈസ്, ഈ കാണുന്ന VHS 4 ഗേൾസിലാണ് കേട്ടോ ഞാനും നീനും ഒക്കെ പഠിച്ചത്. 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ നമുക്ക് വരാനായിട്ട് സ്കൂളിൽ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് കൈകാലൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരമൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ വീട്ടിനകത്ത് കയറുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ പുറത്ത് തന്നെ പൈപ്പുണ്ട് മുറ്റത്ത്. അപ്പോൾ അവിടെ നിന്ന് കൈകാലം കേട്ട് കടയിൽ പോകണം. ഇത്രയേ ഉള്ളൂ വീഡിയോ.